മഴ കനത്തതോടെ പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമായി. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി റോഡ് പലതവണയായി വെട്ടിപ്പൊളിച്ചതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. പലതവണ പൈപ്പിടൽ നടത്തിയ റോഡിൽ കാൽനട പോലും സാധ്യമാകാത്ത നിലയിലാണ്. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുഴിയടക്കൽ നടത്തുമെന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരവും ഇതേവരെ ഉണ്ടായിട്ടില്ല. പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്ത കാനകളിൽ മണ്ണ് നിറയുകയും ചെയ്തതോടെ പലയിടങ്ങളിലും വലിയ തോതിലാണ് വെള്ളമുയർന്നത്. വലിയ കുഴികളിൽ വീണ ഇരുചക്രവാഹന യാത്രികർക്ക് പരിക്ക് പറ്റുന്നതും ഭാരവാഹനങ്ങൾ താഴുന്നതും സ്ഥിരം സംഭവങ്ങളാണ്. മഴയ്ക്ക് മുൻപ് കുഴികളടച്ച് കഴിയാവുന്ന പണികൾ തീർക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരൻ്റെയും വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കരാർ പ്രകാരമുള്ള ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് പൈപ്പിടൽ നടത്തുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തേക്കാൾ ഇരട്ടി സംഖ്യ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പല പദ്ധതികൾക്കായിട്ട്, ജലപദ്ധതികൾക്കായിട്ട്, കുടിവെള്ള പദ്ധതികളായിട്ട്, അമൃതം പദ്ധതി, കിഫ്ബി പദ്ധതി, ജലനിധി പദ്ധതി, പഞ്ചായത്തുകളുടെ പദ്ധതി, ഇതിനൊക്കെ തന്നെ പല തവണകൾ പൊളിച്ച് കഴിഞ്ഞ 6 വർഷമായിട്ട് ദുരിതത്തിലാണ് ഈ റോഡ്. പക്ഷെ വികസനത്തിനെതിരല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ പണി കൊണ്ടുവരുമ്പോൾ നിശ്ചിത കാലയളവിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അത് പ്രായോഗികമാക്കണം. ഇത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ആണ് പറഞ്ഞു വരുന്നത്. വാട്ടർ അതോറിറ്റി പറയും പൊതുമരാമത്തിന് കുറ്റപ്പെടുത്തും, പൊതുമരാമത്ത് ഇതിനെ കുറ്റപ്പെടുത്തും. അങ്ങനെ ഈ കുറ്റപ്പെടുത്തലുകളല്ലാതെ ഇതിനൊരു ശാശ്വതമായ നടപടികൾ ഉണ്ടാകുന്നില്ല. 6 കൊല്ലമായി തുടരുന്ന ദുരിതയാത്ര എന്ന് തീരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. TCV തൃപ്രയാർ.